കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. താമരയിൽ ഇരിക്കണ ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കണത്. താമരപ്പൂ നല്ല പൂവിലിരിക്കണ മാത്രമായിട്ടല്ല, താഴത്തുനിന്ന് തണ്ട് തൊട്ട് താമരത്തണ്ട്, അതിന് മുകളിൽ രണ്ട് ഇലകൾ ഒക്കെ കളഭം കൊണ്ടാട്ടോ ചാർത്തിരിക്കണത്. പിന്നെ താമരപ്പൂ നിറയെ തിളകളുള്ള ഒരു താമരപ്പൂവും, ആ താമരപ്പൂവിലാണ് പൊന്നുകുരുവായൂരപ്പൻ ചമ്രം പടിഞ്ഞിരിക്കുന്നത്. രണ്ട് കുഞ്ഞിക്കാലുമില്ലത് ആ പൊൻതിളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്ന ഒരു മിടുമിടുക്കൻ. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമൊട്ടുമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, രണ്ടിന്റെ നടുവിൽ ഒരു സ്വർണ്ണ ഗോപി തിലകം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഗോപി തിലകൊക്കെ തിളങ്ങുണ്ടാകുന്ന അയ്യവിളക്കിന്റെ ശോഭയിൽ കേട്ടോ. കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു വെണ്ണോറിനെ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിലൊരു ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നത് താമരപ്പൂവിലിരിക്കുന്ന താമരക്കണ്ണ നല്ല കൗതുകത്തില് ഓടക്കുഴലും വെണ്ണയും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൽ സ്വർണ്ണ ഗോപി, നല്ല മന്ദഹാസം. നല്ല സന്തോഷത്തോടു കൂടി ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്തിരിക്കണം കേട്ടോ. പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ കിരീടത്തിന്റെ മുകളിലതാ വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് തിരുമുടിമാല, പിന്നെ വെളുത്ത പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട് തിരുമുടിമാല, പിന്നെ വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട് തിരുമുടിമാല, ഏകദേശം ഒരുപോലെ അങ്ങനെ തോന്നും. അങ്ങനെ 3 തിരുമുടിമാലകളാ ശിരസിങ്കിൽ ചാർത്തിയിരിക്കണം കേട്ടോ കിരീടത്തിന്റെ മുകളിൽ. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. അത് വനമാല, തെച്ചിയും തുളസി ഇടകലർന്ന് നല്ല ഭംഗിയായിട്ടൊരു വനമാല, അതും നല്ല ഭംഗിയുണ്ട്. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ടതാണ് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയായിട്ടുള്ളതും പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് ഒരു 3 അങ്ങനെ 4-5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ താമരപ്പൂവിലിങ്ങനെ ഇരിക്കുകയാണ്. ഒരു കയ്യിൽ വെണ്ണയും മറ്റേ കയ്യിൽ ഓടക്കോഴും പിടിച്ചിട്ട് നല്ല സന്തോഷത്തിൽ കണ്ടു തൊഴുത ഞാനും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും മനസ്സിലാ രൂപം വിചാരിച്ചോളൂ കേട്ടോ, നല്ല സന്തോഷാവും. നാരായണ. യശോദ തന്നങ്കമതിങ്കൽ നോക്കിയാൽ വിശേഷമായി കാർമുകിലിന്റെ ഛായയിൽ കറുത്തതായിട്ടൊരു വസ്തു കാൺമതെന്തറിഞ്ഞിടാനുണ്ടതിയായ കൗതുകം. പിഴച്ചതെല്ലാം ഉര ചെയ്തു കൃഷ്ണനെ പ്രദക്ഷിണം വെച്ചു നമസ്കരിക്ക നീ. ഒരിക്കലും ശങ്കകൾ വേണ്ട ചിത്തമേ, പൊറുത്തിടും തെറ്റുകളാ കൃപാനിധി. മാലിൽ കിടന്നീട്ടുഴലും ജനങ്ങളെ പാലിച്ചു കൊള്ളുന്നതിനായിടക്കിടെ ഭൂലോകമാകും ജയിലിൽ ജനിക്കുമെൻ പാലാഴിയിൽ പാർത്തിടുവോൻ സദാഗതി. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ താമരപ്പൂരി ചമ്രം പടിഞ്ഞിരുന്നിട്ട് ഒരു കയ്യിലൊരു വെണ്ണയും മറ്റേ കയ്യിലൊരു ഓടക്കൊഴലും പിടിച്ചിട്ട് നല്ല സന്തോഷത്തോടു കൂടി മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ആ ശ്രീലകത്തിരിക്കണത് കേട്ടോ. ആ രൂപം കാണാൻ നല്ല കൗതുകമുണ്ട്. ആ കളഭാലങ്കാരൻ അത്ര കൗതുകത്തിലാണ് ചാർത്തിരിക്കണത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണകൾ നമസ്കരിക്കുക. ആ താമരപ്പൂവിൽ ഇരിക്കണം, ആ താമരപ്പൂ പോലെ മൃദുവായി ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക, എന്താ പുഞ്ചിരി നോക്കിയത് നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായും കൊണ്ടാണ് നിൽക്കുന്നത്. ആ മുഖം നോക്കി ഉറക്ക നാമം ജപിക്കുക. ആ തിരുമുഖം നോക്കിയിട്ട് നല്ല സന്തോഷമാവും നമുക്ക്. ജപിക്കല്ലേ നാമം, കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.